അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, റമദാൻ വസന്തം എന്ന മഹത്തരമായ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പരിശുദ്ധ റമദാനിലെ മറ്റൊരു രാവിലാണ് നമ്മളുള്ളത്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശലോകത്ത് നിന്ന് മലക്കുകളെ വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. അർ റഹീൽ, അർ റഹീൽ, ഇറങ്ങി വരുവീൻ. അപ്പോൾ മലക്കുകൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, അതായത് അവരുടെ നേതാവിനോട് ചോദിക്കുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമേ, മുഹമ്മദ് നബിയുടെ സമുദായത്തിന് ഇന്നത്തെ രാത്രിയിൽ എന്തൊക്കെയാണ് ഒരുക്കി തയ്യാറാക്കി വച്ചിട്ടുള്ളത്, എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് അവർക്കുള്ളത് എന്ന്. മഹാനായ സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിന് കൊടുക്കുന്ന മറുപടി, ഇന്ന് ഈ രാത്രിയിൽ അള്ളാഹു അവരെ റഹ്മത്ത് കൊണ്ട് നോക്കും, അതായത് കാരുണ്യം കൊണ്ട് നോക്കും. ഇന്നത്തെ ഈ രാത്രിയിൽ അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകും. നമുക്കറിയാം, പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 മുഴുവൻ അല്ലാഹുമ്മ റഹംനി യാ റഹമർ റാഹിമീൻ എന്ന് തേടിയവരാണ് നമ്മൾ. പടച്ചവനെ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യവാനേ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ എന്ന് തേടിയവരാണ്. മറ്റൊന്ന്, മഗ്ഫിറത്തിൻ്റെ 10 കഴിഞ്ഞു പോയി. അതായത് പടച്ചവൻ നമുക്ക് മഗ്ഫിറത്ത് ചെയ്യുമെന്നാണ്, പാപമോചനം നൽകുമെന്നാണ്. മാത്രമല്ല, നരകമോചനവും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രാവിൽ നൽകുന്നുണ്ട്, സ്വർഗപ്രവേശനവും നൽകുന്നുണ്ട്. അള്ളാഹു പ്രത്യേകമായി അവൻ്റെ ഒരു തിരുനോട്ടം ഉമ്മത്തിലേക്ക് നോക്കുകയും ചെയ്യുമെന്നൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നത്തെ രാത്രിയിൽ, അതായത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം ലഭിക്കാത്ത, മഗ്ഫിറത്തിൻ്റെ നോട്ടം ലഭിക്കാത്ത ചില ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരാണ്, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരാണ്. ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലല്ലാതെ ജീവിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കടമയും കടപ്പാടുമുള്ളത് മാതാപിതാക്കളോടാണ്. മാതാപിതാക്കളുടെ തൃപ്തിയിലും പൊരുത്തത്തിലുമാണ് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്തിനധികം, അള്ളാഹുവിൻ്റെ തൃപ്തി പോലും മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്നാണല്ലോ. റിളർ റബ്ബി ഫി റിളൽ വാലിദൈൻ വ സുഹുത്തുർ റബ്ബി ഫി സുഹുത്തിൽ വാലിദൈൻ. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലും, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപവും ഉള്ളത് എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ സത്യത്തിൽ സൃഷ്ടികർത്താവായ, പ്രപഞ്ചമഖിലം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൃപ്തിയും കോപവും മാതാപിതാക്കളുടെ തൃപ്തിയിലും കോപത്തിലും ബന്ധപ്പെട്ട് കിടക്കുകയാണെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെയുള്ള മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, അവരുടെ പൊരുത്തവും തൃപ്തിയുമില്ലാതെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് നൽകപ്പെടുന്ന ഈ സൗഭാഗ്യം കരസ്ഥമാക്കാൻ കഴിയില്ല. അത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ ലൈലത്തുൽ ഖദർ വരുന്നതിന് മുമ്പ് തന്നെ, എനിക്ക് തോന്നുന്നു ബറാഅത്ത് രാവ് തന്നെ ഈ റമദാനിന് മുമ്പ് ശഅബാൻ 15-ാം രാവ് തന്നത് തന്നെ മാതാപിതാക്കളെയൊക്കെ എന്തെങ്കിലും രീതിയിൽ ഒരു പൊരുത്തക്കേടുണ്ടെങ്കിൽ, ചെറിയ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പിടിക്കാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ്. കാരണം റമദാനിനെ തന്നെ സ്വീകരിക്കേണ്ടത് ഏറ്റവും പൊരുത്തവും ഗുരുത്വമുള്ള അവസ്ഥയിലാണ്. അപ്പോൾ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവർക്ക്, ബുദ്ധിമുട്ടിച്ചവർക്ക്, അവരെ ഇടങ്ങേറാക്കിയവർക്ക്, അവർക്ക് സ്നേഹം കൊടുക്കാത്തവർക്ക്, അവരോട് നല്ല വാക്ക് പറയാത്തവർക്ക് ലൈലത്തുൽ ഖദറിൻ്റെ സൗഭാഗ്യം ലഭിക്കൂല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ അഫ്ളലു മിന സ്വലാത്തി വ സ്വദഖ, നിസ്കാരത്തേക്കാൾ, സ്വദഖയേക്കാൾ, വസ്സൗം വൽ ഹജ്ജ് വൽ ഉംറ വൽ ജിഹാദി ഫീ സബീലില്ലാ. ഇസ്ലാമിലെ സുഹൃതങ്ങളിൽ വളരെ പരമപ്രധാനമായ ഒന്നാണ് എന്ത്? നിസ്കാരം, അതുപോലെ സ്വദഖ, അതുപോലെ ഹജ്ജ്, ഉംറ, അതുപോലെ നോമ്പ്, അതുപോലെ ജിഹാദും ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം. ഇതിനേക്കാളൊക്കെ അഫ്ളലാണ്, ശ്രേഷ്ഠമാണ് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലെന്നാണ് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, ഒരാൾ സ്വദഖ ചെയ്യുന്നുണ്ട്, ഒരാൾ ഹജ്ജിന് പോകുന്നുണ്ട്, ഒരാൾ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഒരു സംഭവം ഉണ്ടല്ലോ, ഒരാൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ ധർമ്മസമരത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഓടി വന്നു.
അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, പിന്നെ ആ മനുഷ്യനോട്, നിങ്ങൾ മാതാപിതാക്കളുടെ തൃപ്തിയിലാണോ ഓടി വന്നത്? അപ്പോൾ ഞാൻ വന്നത് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, എങ്കിൽ അവിടെ ചെന്ന് അവർക്ക് ഹിദ്മത്തെടുത്ത് അവരുടെ പൊരുത്തം വാങ്ങി വരൂ, എങ്കിലേ നിൻ്റെ ഈ ജിഹാദും ഫീ സബീലില്ല, അതായത് ധർമ്മസമരം പോലും അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യപ്രദമാവുകയുള്ളൂ എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, മാതാപിതാക്കളുടെ തൃപ്തിയും പൊരുത്തവും ഏറ്റവും നമ്മുടെ മുമ്പിൽ മുഖ്യ ലക്ഷ്യമായി മാറേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ അസ്ബഹ മുർളിയൻ ലി അബവൈഹി, ഒരാൾ പ്രഭാതത്തിൽ ഉണരുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണെങ്കിൽ, അസ്ബഹ ലഹു ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന, അവന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല 2 സ്വർഗവാതിലുകൾ, ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് 2 വാതിലുകൾ അവന് വേണ്ടി അള്ളാഹു തആല തുറക്കപ്പെടുമെന്നാണ്. ഒമൻ അംസാ ഫമിസ്ലു ദാലിക, പ്രദോഷമാകുമ്പോഴും അങ്ങനെ തന്നെയാണെങ്കിൽ, അതായത് രാവിലെ എഴുന്നേറ്റപ്പോൾ മാതാപിതാക്കളുടെ തൃപ്തിയുണ്ട്, പ്രദോഷമാകുമ്പോഴേക്കും മാതാപിതാക്കളുടെ തൃപ്തി പോകാൻ പാടില്ല. പ്രദോഷമാകുമ്പോഴും ആ തൃപ്തിയിലും പൊരുത്തത്തിലുമാണെങ്കിലും ഫമിസ്ലു ദാലിക, അങ്ങനെ തന്നെ 2 വാതിലുകൾ, സ്വർഗത്തിലേക്ക് 2 വാതിലുകൾ അവന് തുറക്കപ്പെടും. വഇൻകാന വാഹിദൻ ഫവാഹിദൻ, ഇനി അതല്ല, മാതാപിതാക്കളിൽ ഒരാളുടെ തൃപ്തിയേ ഉള്ളൂ എങ്കിൽ ഒരു വാതിലെ തുറക്കപ്പെടുകയുള്ളൂ. വഇൻ ലലമാ, അവർ 2 പേരും ഇവനോട് അവിവേകത്തോടെയാണ് പെരുമാറുന്നതെങ്കിലും, റസൂലുള്ളാഹി 3 വട്ടം ആ വാക്ക് ഉപയോഗിച്ചു എന്നാണ്. അതായത് മാതാപിതാക്കൾ, പ്രായമായ മാതാപിതാക്കൾ ഒരു പക്ഷേ നമ്മളോട് മോശമായി അപക്വമായി പെരുമാറിയേക്കാം, ദുർവാശി കാണിച്ചേക്കാം, ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കാം, ചിലപ്പോൾ പിടിവാശി കാണിച്ചേക്കാം, ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള മക്കളെ ശകാരിച്ചേക്കാം, നമ്മൾ ചെയ്യുന്നത് എന്തിനേയും കുറ്റപ്പെടുത്തിയേക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ പിന്നെ സ്നേഹിക്കാതെ അവരോട് കുറ്റം പറഞ്ഞേക്കാം. മാതാപിതാക്കൾ 2 പേരും ആ പ്രായമായ അവസ്ഥയിൽ നമ്മളോട് അവിവേകം കാണിച്ചാലും നമ്മൾ അവിവേകം അവരോട് കാണിക്കാൻ പാടില്ല, വിവേകത്തോടെ പെരുമാറണം എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള മാതാപിതാക്കളോടുള്ള നമ്മുടെ സമീപന രീതികൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. അള്ളാഹു മാതാപിതാക്കളുടെ പൊരുത്തത്തിലും ഗുരുത്വത്തിലുമായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അതിൻ്റെ ബാക്കി പറയുന്നുണ്ട്. ഒമൻ അസ്ബഹ മുസ്ഖിത്തൻ ലി അബവൈഹി, ഒരാൾ മാതാപിതാക്കളുടെ ദേഷ്യത്തിലായിട്ടാണ് പ്രഭാതത്തിൽ ഉണരുന്നത്, പ്രഭാതമായി വരുന്നത്, അസ്ബഹ ലഹു ബാബാനി മഫ്തൂഹാനി ഇലന്നാർ, നരകത്തിലേക്കുള്ള 2 കവാടങ്ങളാണ് അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുക എന്നാണ്. അതായത് ഒരാൾ രാവിലെ എഴുന്നേറ്റപ്പോൾ മാതാപിതാക്കളുടെ തൃപ്തിയില്ല, തലേ ദിവസം വാപ്പാനോടും ഉമ്മാനോടും തെറ്റായി വഴക്കുകൂടി പിണങ്ങി അവരോട് മോശമായി ബിഹേവ് ചെയ്ത് വന്നു. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാതാപിതാക്കൾ ഇവനോടുള്ള അതൃപ്തിയിലാണെങ്കിൽ, അന്ന് പകലെങ്ങാനും ആക്സിഡൻറ്റ് പറ്റിയിട്ടോ അറ്റാക്ക് വന്നിട്ടോ ഏതെങ്കിലും കാരണം കൊണ്ടോ ഇവൻ മരണപ്പെട്ടു പോയാൽ അവന് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നത് നരകത്തിൻ്റെ വാതിലുകളാണെന്നാണ്. സ്വർഗവാതിലുകളല്ല, നരകവാതിലുകളാണ്. ആ അവസ്ഥയിലെങ്ങാനും അവൻ മരിച്ചു പോയാൽ അവൻ്റെ മുമ്പിലേക്ക് തുറക്കപ്പെട്ടിരിക്കുന്നത് നരക കവാടങ്ങളാണ്. നരക കവാടം തുറക്കപ്പെട്ടാലുള്ള അവസ്ഥ നമുക്ക് പറയേണ്ടതില്ലല്ലോ. ആദ്യം പറഞ്ഞത് മാതാപിതാക്കളുടെ പൊരുത്തമാണ്. അപ്പോൾ എപ്പോൾ മാതാപിതാക്കളുടെ പൊരുത്തക്കേട് നമ്മൾക്കുണ്ടോ, നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് നരക കവാടങ്ങളാണെന്നുള്ളൊരു ഓർമ്മ നമുക്ക് നല്ലതുപോലെ വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ പൊരുത്തവും ഗുരുത്വവും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, റമദാനിലെ അവസാനത്തെ 10 വരുമ്പോൾ നമ്മളൊക്കെ ചോദിക്കും, ഉസ്താദുമാർ പള്ളിയിൽ ദുആയിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ ഒറ്റക്ക് ദുആ ചെയ്യുമ്പോഴാണെങ്കിലും അവസാനത്തെ 10 പ്രത്യേകമായ ദുആയുണ്ട്. എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതുപോലെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അവസാനത്തെ 10 നമ്മൾ പ്രത്യേകം ദുആ ചെയ്യാറുണ്ടല്ലോ, പടച്ചവനെ നരകമോചനം ഞങ്ങൾ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അങ്ങനെയാണല്ലോ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, പടച്ചവനെ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ ഇത്തിക്ക് ചെല്ലണേ, സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ എന്നാണ് ദുആ ചെയ്യുന്നത്. പക്ഷേ സ്വർഗപ്രവേശനത്തിന് തടസ്സമുള്ള ഒന്നിനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ പടച്ചവനെ എന്നെ നീ സ്വർഗത്തിൽ കടത്തണേ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് മുമ്പിൽ നരക കവാടം തുറക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് നരകത്തിൽ നിന്ന് മോചനം നൽകണേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ട്? സ്വർഗ കവാടം നമുക്ക് മുമ്പിൽ തുറക്കപ്പെടണം, നരക കവാടം നമുക്ക് മുമ്പിൽ അടയ്ക്കപ്പെടണം. എന്നിട്ട്
നമ്മളെന്തിൻ്റെ പഠിച്ചോണ്ട് ചോദിക്കണം. നമുക്കറിയാം, സ്വാഭാവികമായി ഉപമകൾ പറയാറുണ്ട്. ഒരാൾക്ക് പിന്നെ ഒരു സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ ആലുവയിൽ നിന്ന് എന്ത് ചെയ്യണം, പെരുമ്പാവൂർക്ക് പോകണം. അദ്ദേഹം ആലുവയിൽ നിന്ന് കലൂർ പോകുന്ന, കളമശ്ശേരിക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ട്, പടച്ചോനെ എന്നെ നീ പെരുമ്പാവൂർ എത്തിക്കണമെന്ന് ദ്വാർക്കല്ലല്ലോ വേണ്ടത്. പെരുമ്പാവൂർ ബസ്സിൽ കയറി ഇരുന്നിട്ട് പടച്ചവനെ അപകടങ്ങളും പ്രയാസങ്ങളും ഒന്നും വരാതെ എന്നെ നീ പെരുമ്പാവൂർ എത്തിക്കണമെന്നല്ലേ ദുആ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, തേടേണ്ടത്. നമ്മൾ നേരെ ഇങ്ങോട്ട് ആലോചിച്ച് നോക്കി. നരക കവാടങ്ങൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഏത് കാരണം കൊണ്ട്? മാതാപിതാക്കളോടുള്ള അതൃപ്തി കാരണമായിട്ട്. എന്നിട്ട് അവൻ പിന്നെയും ചോദിക്കുകയാണ്, എന്ത്? പടച്ചോനെ എനിക്ക് നരകമോചനം നൽകണേന്ന്. സത്യത്തിൽ മാതാപിതാക്കളുടെ തൃപ്തി കരസ്ഥമാക്കി പകരം സ്വർഗ കവാടങ്ങൾ അവന് തുറക്കപ്പെടുന്നൊരവസ്ഥ സംജാതമാക്കിയതിന് ശേഷം വേണം അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, പടച്ചവനെ എന്നെ നീ എനിക്ക് നരകമോചനം നൽകണേ, സ്വർഗപ്രവേശനം നൽകണേ എന്ന് ദുആർക്കാൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസുണ്ട്. ഇന്നൽ ജന്നത യൂജദു റീഹാ മിൻ മസീറത്തി 500 ആമിൻ. സ്വർഗത്തിൻ്റെ വാസന, തീർച്ചയായും സ്വർഗത്തിൻ്റെ വാസന 500 വർഷം വിദൂരതയിൽ ദൈർഘ്യമേറിയ വാസന, അതായത് 500 വർഷത്തെ കാല ഗണനയ്ക്കപ്പുറം സ്വർഗവാസന അടിച്ചു വീശുമെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. 500 വർഷത്തിൻ്റെ ഇങ്ങോട്ട് 500 വർഷത്തിൻ്റെ വഴിദൂരം, ദൈർഘ്യം സ്വർഗത്തിൻ്റെ വാസന അടിച്ചു വീശും. വലാ യജിദു റീഹുഹ, എന്നാൽ സ്വർഗത്തിൻ്റെ വാസന അടിക്കാൻ പോലും കഴിയൂല ആർക്ക്? ആക്കുൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവർക്ക്. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവർക്ക് സ്വർഗം കിട്ടൂല എന്നല്ല പറഞ്ഞത്. സ്വർഗത്തിൻ്റെ വാസന അടിക്കാൻ പോലും അവനക്ക് എന്താവൂല, കിട്ടൂല. കാരണം 500 വർഷത്തിൻ്റെ വഴിദൂരം അവനെ സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഓർമ്മപ്പെടുത്തുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് മുഅ്മിനീങ്ങളെ. പരിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന വിശ്വാസികളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും മലക്കുകളും അള്ളാഹുവിൻ്റെ രക്ഷയുമായി, സമാധാനമായി, വേണ്ടുകയോടെ, അനുവാദത്തോടെ ഇറങ്ങി വരുമ്പോൾ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവർക്ക് സ്വർഗം കിട്ടൂല എന്നല്ല, സ്വർഗത്തിൻ്റെ വഴിദൂരം, സ്വർഗത്തിൻ്റെ വാസന അടിച്ചു വീശുന്ന 500 വർഷത്തെ വഴിദൂരം പോലും ഇവന് സ്വർഗത്തിലേക്ക് അടുക്കാൻ കഴിയില്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ തടസ്സം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവർക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കൂല എന്നാണ്. രണ്ടാമത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായി, വലാ ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചവർക്കും കിട്ടൂല. കുടുംബബന്ധം മുറിച്ചവർക്കും കിട്ടൂല. കുടുംബബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒന്നിച്ച്, അതല്ലെങ്കിൽ ഒരു ഗർഭാശയത്തിൽ നിന്ന് വന്ന മക്കൾ പിതാവിൻ്റെ സമ്പത്തിൻ്റെ പേരിലോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഈഗോ ക്ലാഷിൻ്റെ പേരിലോ എന്തു ചെയ്യുന്നു? പിണങ്ങിക്കഴിയുന്നു. നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ കുടുംബബന്ധം മുറിക്കുന്നു. ഞാനും എൻ്റെ ഭാര്യയും മക്കളും എന്ന നിലയിലേക്ക് ചുരുങ്ങുന്നു. എൻ്റെ സഹോദരനും അവൻ്റെ ഭാര്യയും മക്കളും എന്നതിലേക്ക് മാറുന്നില്ല. അവർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളില്ല, മിണ്ടാട്ടങ്ങളില്ല, സ്നേഹങ്ങളില്ല, ബന്ധങ്ങളില്ല. കുടുംബബന്ധം മുറിക്കുന്നവന് കിട്ടൂല. കുടുംബബന്ധം മുറിക്കാൻ ഇന്നത്തെ കാലത്ത് ഒരുപാടൊന്നും വേണ്ട. ഒരു കുടുംബ ഗ്രൂപ്പിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചെറിയ മെസ്സേജിൻ്റെ സംശയാസ്പദമായ മെസ്സേജുകൾ ഇട്ടാൽ തന്നെ പരസ്പരമുള്ള തെറ്റലുകൾ ഉണ്ടായിത്തീരും. അതുകൊണ്ട് കുടുംബബന്ധം മുറിക്കാൻ നമ്മൾ മുന്നിൽ നിൽക്കരുത്, കുടുംബബന്ധം ചേർക്കാൻ നമ്മൾ മുന്നിൽ നിൽക്കണം. അപ്പോൾ നമുക്കൊക്കെ സൗഭാഗ്യങ്ങളും കിട്ടും. കുടുംബബന്ധം മുറിച്ചവന് ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, സ്വർഗത്തിൽ അവൻ പ്രവേശിക്കൂല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആർക്ക്? കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഒരു സൗഭാഗ്യം അവന് ദുനിയാവിനുണ്ടാവില്ല, ആഖിറത്തിൽ ഒട്ടും കിട്ടൂല. കാരണം എന്തേ? ബറാഅത്ത് രാവും ലൈലത്തുൽ ഖദറും ഒന്നും കുടുംബബന്ധം മുറിച്ചവന് കിട്ടൂല. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കണം, ഞാൻ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനും ഖുർആൻ ഓതാനും ഒക്കെയായി ഞാൻ പോവാണ്. പക്ഷേ തടസ്സമായി നിൽക്കുന്ന മാതാപിതാക്കളുടെ പൊരുത്തക്കേട് എനിക്കുണ്ടോ? കുടുംബബന്ധം മുറിച്ച ഒരു പ്രശ്നം എൻ്റെ മുമ്പിലുണ്ടോ? എങ്കിൽ അത് ആദ്യം തീർത്ത് ആ തടസ്സം നീക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഇങ്ങോട്ട് വരാൻ, പള്ളിയിലേക്ക് വരാൻ, 27ാവിനെ ഹയാത്താക്കാൻ വരാൻ എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, പരസ്പരം പിണങ്ങിക്കഴിയുന്നവർക്കും ലൈലത്തുൽ ഖദറിൻ്റെ സൗഭാഗ്യം കിട്ടൂല എന്നാണ്.
മൂന്നാമത്തത് പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഒരൊറ്റ ഹദീസ് അതിനു വേണ്ടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലാ യദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. വലാ തുഅ്മിനൂ ഹത്താ തഹാബു, പരസ്പരം സ്നേഹമുണ്ടാകുന്നത് വരെ നിങ്ങൾ വിശ്വാസികളുമാകൂല. അപ്പോൾ പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസമതി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പരസ്പരമുള്ള വിശ്വാസികൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ വലുപ്പം നമുക്ക് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിണക്കം എന്നുള്ളത് ഇസ്ലാമിൽ പാടില്ല. കാരണം 3 ദിവസത്തിലധികം പിണങ്ങിക്കഴിയുന്നവർക്ക് സ്വർഗം കിട്ടൂല, അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടൂല, അവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടൂല, അവർക്ക് ബറാഅത്ത് രാവിൻ്റെ മഹത്വം കിട്ടൂല, അവർക്കൊരു സൗഭാഗ്യങ്ങളുമില്ല. നമ്മളിങ്ങനെ ഈഗോ കാണിച്ച് അതല്ലെങ്കിൽ അഹങ്കരിച്ച് നമ്മൾ ഏതെങ്കിലും കാരണം കൊണ്ട് വേണമെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് നടക്കുന്നതിന് പകരം പിണക്കമുണ്ടോ ഉടൻ തന്നെ അവിവേകത്തോടെ ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് പലതും സംഭവിച്ചേക്കാം, പറഞ്ഞേക്കാം. പക്ഷേ ആ ദേഷ്യം മാറുമ്പോൾ നമ്മുടെ മനസ്സ് പാകപ്പെട്ടു വരണം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും, മുത്തുനബി അങ്ങനെയല്ലോ പറഞ്ഞത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും, റസൂലുള്ളാഹിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയാണ്, അങ്ങ് അവരോട് കരുണയോടെ അലിവോടെ വർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ അങ്ങയിൽ നിന്ന് അകന്നു പോകുമായിരുന്നു എന്നാണ്. ഒരു നേതാവിനെ ഇങ്ങനെ അനുയായികൾ സ്നേഹിച്ചത് നമുക്ക് ലോക ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. പരിശുദ്ധ റസൂലുള്ളാഹി അങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്കും ആ ഒരു അലിവ്, ആ സ്നേഹവായ്പ് ഉണ്ടാവാൻ പറ്റണം. നമ്മൾ ഒരാളോടും പിണങ്ങിക്കഴിയരുത്. സലീമായ ഹൃദയത്തിൻ്റെ ഉടമകളായി ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മാതാപിതാക്കളുടെ പൊരുത്തവും കുടുംബബന്ധത്തിൻ്റെ മഹാത്മ്യവും പരസ്പരമുള്ള സ്നേഹമൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അമലുകളിൽ, സുഹൃതങ്ങളിൽ ഏർപ്പെടാം. അതേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തടസ്സങ്ങളൊക്കെ വകഞ്ഞു മാറ്റി ഒഴുക്കിനെതിരെ നീന്തി ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുമായിട്ട് ദുനിയാവിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ 3 വിഭാഗം ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരും കുടുംബബന്ധം മുറിച്ചവരും പരസ്പരം പിണങ്ങിക്കഴിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് സലാമുൻ ഹിയ ഹത്താ മത്തുലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ ആ രാവ് സലാമാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ രക്ഷയും മർഹമത്തും മഗ്ഫിറത്തും ഒന്നും അവർക്ക് കരസ്ഥമാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? തടസ്സങ്ങൾ നീക്കണം. ദുനിയാവിൽ ഒരുപാട് ഉദാഹരണം നമുക്ക് പറയാനുണ്ട്. തടസ്സങ്ങൾ നീക്കിയിട്ട് അമലുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അടുക്കുമ്പോഴാണ് നമുക്കത് റാഹത്തായി ചെയ്യാൻ കഴിയുന്നത്, സ്വീകാര്യപ്രദമാകുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മളോട് ചോദിക്കുക, എൻ്റെ മുമ്പിൽ തടസ്സമുണ്ടോ? ഏറ്റവും ചുരുങ്ങിയതില്ല ബറാഅത്ത് രാവ് അല്ല ലൈലത്തുൽ ഖദ്ർ വരുന്നതിന് തൊട്ട് മുമ്പ് ഉമ്മാടെ ഉപ്പാടെ അടുത്തൊക്കെ ഒന്ന് പോവുക. മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ കബറിൻ്റെ അരികിൽ പോവുക. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെ ഒന്ന് സന്ദർശിക്കുക. എന്നിട്ട് അവരോട് സലാം പറയുക. എന്നിട്ട് അവരോട് പൊരുത്തം ചോദിക്കുക. അതുപോലെ കുടുംബബന്ധം എല്ലാവരെയും ഒന്ന് ഫോണിൽ വിളിക്കുക. എല്ലാവരുമായിട്ടൊന്ന് സ്നേഹത്തിൽ, ഇന്ന് നമുക്ക് പോവുക പോലും വേണ്ട, ഒന്ന് ഫോൺ വിളിച്ച് വിശേഷം അന്വേഷിച്ചാൽ തന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പിണക്കമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അതൃപ്തി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തടസ്സങ്ങൾ മാറ്റി ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.